ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രം കേട്ടിട്ടുണ്ടോ? ഈ പേര് കേട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, സിമ്പിളാണ്, ഞാൻ പറഞ്ഞുതരാം. അതായത് ഒരു തവളേനെ ഒരു ചൂടുള്ള പാത്രത്തിൽ, അതായത് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ആ തവള പെട്ടെന്ന് തന്നെ ആ ചൂടുവെള്ളത്തിൽ നിന്ന് ചാടി പുറത്ത് കിടക്കും. അതേസമയം ഇതേ തവളേനെ നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളത്തിൽ ഇട്ടതിന് ശേഷം പതുക്കെ 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 ആ വെള്ളം ചൂടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഈ തവള ചാടി പോകില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്നറിയാമോ? ഈ തവളയുടെ ബോഡിയും ഈ ടെമ്പറേച്ചറുമായിട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ഇതിൻ്റെ ശക്തിയെല്ലാം ചോർന്ന് തീരാറായി കഴിയുമ്പോഴത്തേനാണ് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തുമ്പോഴാണ് ഈ തവളയ്ക്ക് മനസ്സിലാവുന്നത് സിറ്റുവേഷൻ ഡേഞ്ചർ ആണെന്നും ചാടി പോകണമെന്നും. അപ്പോഴേക്ക് എന്താ സംഭവിക്കുകയെന്നറിയാമോ? ഇത് ആടി കടക്കാൻ ശ്രമിച്ചാൽ പോലും കടക്കാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് ഈ തവള മാറുകയും ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് അത് ചാവുകയും ചെയ്യും. ഇതിനെയാണ് ബോയിലിംഗ് ഫ്രോഗ് സിൻഡ്രം എന്ന് പറയുന്നത്. ഇതേ നമ്മുടെ ലൈഫുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ഈ സ്റ്റോറി പറഞ്ഞത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറൊരു ചിന്തിപ്പിക്കുന്ന വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.